കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. കാർഷിക മേഖലയ്ക്കും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും മുൻതൂക്കം നൽകി ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്ത് പുതിയ ഭരണസമിതിയുടെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചു. 60,97,93,800 രൂപ വരവും 59,72,57,800 രൂപ ചിലവും 1,25,36,000 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ജോളി കെ റജി അവതരിപ്പിച്ചത്. മേഖലയ്ക്ക് പരമാവധി സഹായം നൽകത്തക്ക വിധത്തിലുള്ള സമീപനമാണ് ഈ ബജറ്റിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഒന്നിലേറെ തവണ ജനപ്രതിനിധികളായവരും വളരെ കാലം പൊതുപ്രവർത്തന പരിചയമുള്ളവരും നമ്മുടെ ഭരണസമിതിയിലുണ്ട്. നാടിൻ്റെ പുരോഗതിക്കായി നടപ്പാക്കാവുന്ന വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ആശയങ്ങൾ നാം കൂട്ടായി ആലോചിച്ച് തുടർന്നുള്ള വർഷങ്ങളിൽ നടപ്പാക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. അതിലേക്കുള്ള ഒരു ചുവടുവയ്പായി ഈ ബജറ്റിനെ കാണേണ്ടതാണ്. സാമൂഹിക പ്രതിബദ്ധതയും ജനക്ഷേമവും റോഡ് 2,74,13,000 രൂപ. ആകെ മെയിൻ്റനൻസ് ഫണ്ട് 4,55,52,000 രൂപ. സംസ്ഥാന ബജറ്റിൽ ഗ്രാമപഞ്ചായത്തുകൾക്കായി വകയിരുത്തിയിട്ടുള്ള തുകയിൽ പ്ലാൻ ജനറൽ, ACP, മെയിൻ്റനൻസ് സ്റ്റാൻഡ് എന്നിവയിൽ വർധനവുണ്ടായിട്ടില്ല. 16ാം ധനകാര്യ കമ്മീഷൻ വിഹിതമായി ലഭിക്കേണ്ട തുകയുടെ വിവരങ്ങൾ ലഭ്യമല്ലാത്തതിനാൽ മുൻ വർഷത്തെ തുക തന്നെ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ബജറ്റിൽ അത്രയും തുക വകയിരുത്തുന്നു. ജില്ലാ പഞ്ചായത്ത് വിഹിതമായി 20 ലക്ഷം രൂപയും ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതമായി 20 ലക്ഷം രൂപയും സംസ്ഥാന ആവിഷ്കൃത പദ്ധതികളിലൂടെ 50 ലക്ഷം രൂപയും കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലൂടെ 30 ലക്ഷം രൂപയും പഞ്ചായത്ത് പ്രതീക്ഷിക്കുന്നു. ക്ഷീര കർഷക മൃഗസംരക്ഷണ മേഖലയ്ക്കായി 66,76,500 രൂപയും ചെറുകിട തൊഴിൽ സംരംഭങ്ങൾക്കായി 30 ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. വന്യമൃഗശല്യം നേരിടുന്നതിന് 25,70,000 രൂപ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയ്ക്കായി 1,10,90,000, ആരോഗ്യ മേഖലയ്ക്കായി 95,75,000, ശുചിത്വം, പകർച്ചവ്യാധി പ്രതിരോധം എന്നിവയ്ക്കായി 15 ലക്ഷം, പാർപ്പിട മേഖലയ്ക്കായി 1,70,99,000, വനിതാ ക്ഷേമത്തിനായി 51,10,000, കുട്ടികൾക്കായി 12 ലക്ഷം, ഭിന്നശേഷിക്കാർക്കുള്ള പ്രത്യേക പദ്ധതികൾക്കായി 31,10,000, വയോജന സംരക്ഷണം, കിടപ്പ് രോഗികളുടെ പരിചരണം എന്നിവയ്ക്കായി 41,10,500, ക്രിമിറ്റോറിയം, MCF, ABC പദ്ധതികൾക്കായി 3,50,00,000, അംഗൻവാടികൾക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനായി 10 ലക്ഷം, തെരുവ് വിളക്കുകളുടെ പരിപാലനം, വൈദ്യുതീകരണം എന്നിവയ്ക്കായി 24,50,000, റോഡുകളുടെ നിർമ്മാണം, അറ്റകുറ്റപ്പണികൾ എന്നിവയ്ക്കായി 3,45,290 രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. കൂടാതെ പട്ടികജാതി വിഭാഗക്കാർക്കായുള്ള പദ്ധതികൾക്കും തൊഴിലുറപ്പ് പദ്ധതിക്കും ബജറ്റിൽ തുക നീക്കിവെച്ചിട്ടുണ്ട്. സമസ്ത മേഖലയിലും സ്പർശിക്കും വിധമുള്ള ബജറ്റിൽ വന്യജീവി ആക്രമണം തടയുക, ഇതിലൂടെ കർഷകരെ സംരക്ഷിക്കുക എന്നതാണ് ലക്ഷ്യമിട്ടിരിക്കുന്നതെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജു ആലുവിള പറഞ്ഞു. കൃഷി അടിസ്ഥാനമാക്കിയുള്ളൊരു പഞ്ചായത്താണ് നമ്മുടെ കാർഷിക മേഖല ഉൾപ്പെടുന്ന പഞ്ചായത്ത്. ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്ത് ഏതാണ്ട് 60% ഉള്ള ആളുകളും കൃഷിയെ ആശ്രയിച്ചാണ് അവരുടെ ഉപജീവന മാർഗം തേടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബഡ്ജറ്റിൽ കൃഷിക്കും കാർഷിക വൃത്തിക്കും ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. കൃഷിയുമായി ബന്ധപ്പെട്ട് കാർഷിക മേഖലയ്ക്ക് ഊന്നൽ കൊടുക്കുമ്പോൾ ഇപ്പോൾ നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി കുരങ്ങുകൾ, അതുപോലെ തന്നെ പന്നികൾ, മുള്ളൻ പന്നികൾ എന്നിവയുടെ ആക്രമണത്താൽ കാർഷിക മേഖല ആകെ തകർച്ചയിലാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷ നേടുന്നതിനുള്ള പ്രതിരോധ മാർഗങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുള്ള ഒരു രീതിയാണ് പഞ്ചായത്ത് പിന്തുടരാൻ ബഡ്ജറ്റിലൂടെ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും നല്ല കർഷകർക്ക് കാർഷിക വൃത്തി ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ പ്രദേശത്തിൻ്റെ ഒരു ഉന്നമനം ഉണ്ടാകൂ. ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയ നെൽകൃഷി വീണ്ടെടുത്തു കൊണ്ടുവരുന്നതിനും അതുപോലെ തന്നെ ക്ഷീര കർഷകർക്ക് മെച്ചപ്പെട്ട സേവനങ്ങൾ നൽകി അവരുടെ കാലിത്തീറ്റ വിഹിതം കൂട്ടി, അതുപോലെ തന്നെ ഈ അവർക്കുള്ള പാലിനുള്ള സബ്സിഡി ഉയർത്തിയും കന്നുകാലി തൊഴുത്തുകൾ, പുതിയ കർഷകരെ ആകർഷിക്കുന്നതിന് വേണ്ടി കന്നുകാലി തൊഴുത്തുകൾ പുതുതായി അനുവദിച്ചും കന്നുകുട്ടി പരിപാലനത്തിന് വേണ്ടി ഫണ്ട് നീക്കിവെച്ചു. അങ്ങനെ ഒട്ടേറെ കാർഷികമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതോടൊപ്പം തന്നെ അടിസ്ഥാനപരമായ കുടിവെള്ളം, പിന്നെ SC വിഭാഗത്തിലുള്ള ആളുകളുടെ
സഹായങ്ങൾ, അതുപോലെ തന്നെ വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്ന ആളുകളെ പരിഗണിക്കുക, അതുപോലെ സ്ത്രീകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടും അവരുടെ സമഗ്രമായ പുരോഗതിയെ സംബന്ധിച്ചും ഒക്കെയുള്ള ഒരു ബഡ്ജറ്റാണ് നമ്മളിവിടെ അവതരിപ്പിച്ചത്. നാട്ടുവാർത്ത അഞ്ചൽ.